PO Gate പാർട്ട് 1ൻ്റെ കണ്ടിന്യൂവേഷനാണ്. സ്കീമുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ വട്ടം PPF ആയിരുന്നു പറഞ്ഞത്. ഇന്ന് പറയാൻ പോകുന്നത് കിസാൻ വികാസ് പത്രയാണ്. ആദ്യത്തെ ചോദ്യം എന്താണ് പേര് ഇതിൻ്റെ? ദ കിസാൻ വികാസ് പത്ര സ്കീം 2019 എന്നാണ്. പിന്നെ സ്ഥിരം പാറ്റേണുള്ള ചോദ്യം ആർക്കെല്ലാം ഓപ്പൺ ചെയ്യാം? സിംഗിൾ അഡൾട്ടിന് ഓപ്പൺ ചെയ്യാം. 2 or 3 അഡൾട്ടിന് ചേർന്ന് ജോയിൻ്റ് എ ആയിട്ടും ജോയിൻ്റ് ബി ആയിട്ടോ ഓപ്പൺ ചെയ്യാം. പിന്നെ 10 വയസ്സായ മൈനർക്ക് ഓൺ ഇനീസ് ഓൺ നെയിം. പിന്നെ മൈനറുടെ പേരിൽ ഗോഡിയന്. പിന്നെ അൺസൗണ്ട് മൈൻഡുള്ള പേഴ്സൻ്റെ പേരിൽ ഗോഡിയന്. പിന്നെ ഇതിൻ്റെ ഒറ്റ അടവാണ് ഈ KVP എന്ന് പറയുന്ന ഒറ്റ അടവും അത് ഡബിളിങ്ങുമാണ്. നമ്മൾ ഇടുന്ന തുകയുടെ ഡബിൾ തുക നമുക്ക് ഇരട്ടി തുക നമുക്ക് അത് മെച്ചറാകുമ്പോൾ കിട്ടും. അപ്പോൾ മിനിമം 1000 ആണ് അടയ്ക്കാവുന്നത്. പിന്നെ 100ൻ്റെ ബട്ടൺ ബിൽസ് വെച്ചിട്ട് നോ മാക്സിമം ലിമിറ്റ്. ഇപ്പോൾ 1000 × 100 അങ്ങനെയാണ് അടഞ്ഞു പോകുന്നത്. പിന്നെ ദേർ ഷാൾ നോട്ട് ഈ നമ്പർ ഓഫ് അക്കൗണ്ട്സിന് എണ്ണമൊന്നുമില്ല, ഒരു ലിമിറ്റും ഇല്ല. എത്ര വേണമെങ്കിലും അക്കൗണ്ട്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓൺ മെച്യൂരിറ്റി ദ എമൗണ്ട് വിൽ ബി ഡബിൾഡ് പറഞ്ഞു. തുക ഇരട്ടിപ്പിക്കുന്ന ഒരു സ്കീമാണിത്. KVP ക്യാൻ ബി പർച്ചേസ് ഫ്രം എനി ഡിപ്പാർട്ട്മെൻറ്റൽ പോസ്റ്റ് ഓഫീസ്. ഏത് ഡിപ്പാർട്ട്മെൻറ്റ് പോസ്റ്റ് ഓഫീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് KVP പർച്ചേസ് ചെയ്യാം. പിന്നെ നോമിനേഷൻ ഈസ് മാൻഡേറ്ററി. നോമിനേഷൻ അത്യാവശ്യമാണോ? പിന്നെ ഈ KVPക്ക് ഒരു മെച്യൂരിറ്റി പീരീഡ് നമ്മൾ തറപ്പിച്ച് പറയാറില്ല. കാരണം ഇത് ഡബിളിങ് സ്കീമാണ്. ഡബിളിങ് സ്കീം ആകുമ്പോഴത്തേക്ക് നമ്മൾ ആ നിലവിൽ ഉള്ള ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചിട്ട് ആണ് അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് പോകുന്നത്. പിന്നെ ഇത് പ്രിമച്ചർ ക്ലോഷർ ചെയ്യാം. PMC എന്ന് പറഞ്ഞാൽ 2.5 വർഷം കഴിഞ്ഞിട്ടാണ്. ആഫ്റ്റർ 2.5 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ കഴിഞ്ഞിട്ടാണ് നമുക്ക് PMC ചെയ്യാൻ വെക്കുക. ഇത് പ്ലഡ്ജ് ചെയ്യാം, നമുക്ക് ഈട് വയ്ക്കാം. പിന്നെ KVP വിൽ ബി ഇഷ്യൂഡ് ഇൻ ദ ഷേപ്പ് ഓഫ് പാസ്ബുക്ക് ഫ്രം 1/7/2016 തൊട്ട് ഇത് പാസ്ബുക്കിൻ്റെ രൂപത്തിലാണ്. പണ്ട് സർട്ടിഫിക്കറ്റ് രൂപത്തിലായിരുന്നു, ഇപ്പോൾ അത് പാസ്ബുക്കിൻ്റെ രൂപത്തിലാണ് കിട്ടുന്നത്. അപ്പോൾ ഡേറ്റ് വേണേൽ ഓർത്തിരിക്കുക. 1/7/2016 ശേഷമാണ് ഇത് പാസ്ബുക്കിൻ്റെ രൂപത്തിൽ കിട്ടുക. പിന്നെ അതിനകത്ത് സർട്ടിഫിക്കറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർ ഫ്രം 1 person to another person. ഒരു ആളിൽ നിന്നും മറ്റൊരാളിലേക്ക് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു പോസ്റ്റ് ഓഫീസും വേറെ പോസ്റ്റ് ഓഫീസിലോട്ടും. അപ്പോൾ ഇത്രയാകുമ്പോഴത്തേക്കും KVP കഴിഞ്ഞു. ഇതിനകത്ത് മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് എത്ര അക്കൗണ്ട് വേണമെങ്കിലും എടുക്കാം. ഓക്കെ. പിന്നെ പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പുതുമയുള്ള കാര്യമായതുകൊണ്ട് അതും ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ. അടുത്തത് നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ് NSC ആണ്. NSC 8th issue. 8th issue എന്ന് പറയുമ്പോഴത്തേക്ക് 5 വർഷത്തെ അതിൻ്റെ പേര് നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ് 8th issue സ്കീം 2019. 8th issue എന്നുള്ളത് ബ്രാക്കറ്റിലാണ് ഇടുന്നത് നമ്മൾ. പിന്നെ ഇത് ആർക്കൊക്കെ ഓപ്പൺ ചെയ്യാം? സിംഗിൾ അഡൾട്ടിന്, പിന്നെ 2 അല്ലെങ്കിൽ 3 അഡൾട്ട് ചേർന്ന് ജോയിൻ്റ് എ ആയിട്ട് അല്ലെങ്കിൽ ജോയിൻ്റ് ബി ആയിട്ടും, 10 വയസ്സായ മൈനർക്ക് സ്വന്തം പേരിൽ, മൈനറുടെ പേരിൽ ഗോഡിയന്, പിന്നെ അൺസൗണ്ട് മൈനറുള്ള പേഴ്സൻ്റെ പേരിൽ ഗോഡിയന്. മിനിമം 1000 രൂപ ഇൻ മൾട്ടിപ്പിൾസ് ഓഫ് 100 TD 1000 100 അങ്ങനെയാണ് ഇതിൻ്റെ അടവ് പോകുന്നത്. പിന്നെ അങ്ങനെ എത്ര നോ ലിമിറ്റ്, അങ്ങനെ മാക്സിമം ലിമിറ്റ് ഇല്ല. മിനിമം 1000 × 100 മൾട്ടിപ്പിൾസ് വെച്ച് എത്ര വേണമെങ്കിലും നമുക്ക് അടയ്ക്കാം. പിന്നെ നമ്പർ ഓഫ് അക്കൗണ്ട്സിന് ലിമിറ്റേഷൻ ഇല്ല, എത്ര അക്കൗണ്ട്സ് വേണമെങ്കിലും എടുക്കാം. നോമിനേഷൻ ഈസ് മാൻഡേറ്ററി. പിന്നെ പ്രിമച്ചർ ക്ലോഷർ എന്ന് പറയുന്നത് നോട്ട് പെർമിറ്റഡ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ടാക്സിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്. സെക്ഷൻ IT ആക്ട് 80C പ്രകാരമുള്ള ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. ടാക്സ് ബെനിഫിറ്റ് ഉള്ളപ്പോഴത്തേക്ക് ഈ പ്രിമച്ചർ ക്ലോഷറൊക്കെ പ്രൊഹിബിറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ടൈറ്റ് ആയിരിക്കും അങ്ങനെയുള്ള അക്കൗണ്ട്സുകളൊക്കെ. അതുപോലെ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ PMC നോട്ട് പെർമിറ്റഡ് ഫോർ NSC എന്നുള്ളത്. പിന്നെ പ്ലഡ്ജ് ചെയ്യാം, ഈട് കെട്ടാം നമുക്ക്. പിന്നെ NSC വിൽ ബി ഇഷ്യൂഡ് ഇൻ ദ ഷേപ്പ് KVP പോലെ തന്നെ 1/7/2016 തൊട്ട് NSC എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റിൽ നിന്നും പാസ്ബുക്കിൻ്റെ രൂപത്തിലോട്ട് മാറിയിട്ടുണ്ട്. പിന്നെ NSC 8th issue ട്രാൻസ്ഫർ ഓഫ് സർട്ടിഫിക്കറ്റ്സ് ഫ്രം 1 person to another ക്യാൻ ബി ഡൺ ഓൺലി 1 ഫ്രം ഡേറ്റ് ഓഫ്. അതായത് ഇത് 1 person to another person ട്രാൻസ്ഫർ ചെയ്യാൻ ഒറ്റ തവണ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആനുവലി കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മുതലിടുന്നു,
പലിശ വരുന്നു. പിന്നെ അടുത്ത ഘട്ടം ആ മുതലും പലിശയും കൂടെ ചേർന്ന തുകയ്ക്കാണ് പിന്നെ അടുത്ത പലിശ വരുന്നത്. അതാണ് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് ആയതുകൊണ്ടാണ് കുറച്ച് നമുക്ക് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ലാഭകരമാണ്. കാരണം നമ്മൾ തുകയിട്ടു, ആ തുകയ്ക്കൊരു ഇൻട്രസ്റ്റ് വന്നു, പിന്നെ ആ തുകയിൽ പ്ലസ് ഇൻട്രസ്റ്റോടെ കൂടിയുള്ള ആ എമൗണ്ടിനാണ് പിന്നെ അടുത്ത വർഷത്തെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. പിന്നെ അങ്ങനെ ആഡ് ഓൺ ചെയ്ത് ഇങ്ങനെ പോകും. അപ്പോൾ അങ്ങനെ ആനുവലി കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് ആണ് നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റിന്. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റേ TD അതിൻ്റെ മിനിമം 1000 × 100 വെച്ച് നോ മാക്സിമം ലിമിറ്റ്, എത്ര അക്കൗണ്ട് വേണമെങ്കിലും എടുക്കാം. പിന്നെ PMC ഇല്ല. IT Act 80C പ്രകാരം ടാക്സ് റിബേറ്റ് ഉണ്ട്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ സിംപിളി എക്സാം വൈസ് നോക്കുമ്പോൾ നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ്. ഓക്കെ. പിന്നെ 8th ഇഷ്യൂ എന്ന് പറയുന്നത് 5 ഇയർ ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ. ISSAയുടെ പേരെന്ന് പറയുന്നത് സുകന്യ സമൃദ്ധി അക്കൗണ്ട് സ്കീം 2019 എന്നാണ്. പിന്നെ ഓപ്പണിംഗ് ഓഫ് അക്കൗണ്ട്, അതായത് 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ പേരിൽ ലീഗലോ അല്ലെങ്കിൽ നാച്ചുറൽ ഗാർഡിയനോ, ലീഗലായിട്ടുള്ളതോ നാച്ചുറലായിട്ടുള്ള ഗാർഡിയൻ മാത്രമേ ഈ SSA അക്കൗണ്ട് എടുക്കാൻ ഒക്കത്തുള്ളൂ. 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ ലീഗൽ ഓർ നാച്ചുറൽ ഗാർഡിയൻസിന് മാത്രമാണ് SSA അക്കൗണ്ട് എടുക്കാൻ പറ്റുന്നത്. പിന്നെ എവരി അക്കൗണ്ട് ഹോൾഡർ ഷാൾ ഹാവ് എ സിംഗിൾ അക്കൗണ്ട് അണ്ടർ ദി സ്കീം. ഒറ്റ അക്കൗണ്ട് SSA സ്കീം എടുക്കാനൊക്കത്തുള്ളൂ. അതായത് ഒരു പെൺകുട്ടിയുടെ പേരിൽ ഒരു SSA അക്കൗണ്ട്. പക്ഷേ ഒരു ഫാമിലിയിൽ മാക്സിമം ഒരാൾക്ക് രണ്ട് പെൺമക്കൾക്ക് വേണ്ടിയിട്ട് SSA അക്കൗണ്ട് ചേരാം. അപ്പം ഒരു ഫാമിലിയിൽ മാക്സിമം 2 പെൺകുട്ടികളുടെ പേരിൽ ചേരാമെന്ന് പറഞ്ഞു. പക്ഷേ അതിനകത്ത് കുറച്ച് കുറച്ച് കേസ് വരുന്നതെന്ന് വെച്ചാൽ ഈ ഇരട്ടകളും മുരട്ടകളും, അതായത് മൂന്ന് പെൺകുട്ടികളുള്ള കേസും വരുമല്ലോ. അപ്പോൾ അങ്ങനെ കേസിൽ അതിനകത്ത് ചില ചേഞ്ച് വരും. അത് ആദ്യത്തെ പ്രസവത്തിലൊരു 3 പെൺകുട്ടികൾ വന്നെന്ന് വെച്ചോ. അപ്പോൾ ആ 3 പെൺകുട്ടികൾക്കും SSA അക്കൗണ്ട് തുടങ്ങാം. അതൊരു എക്സെപ്ഷനാണ്. ആദ്യത്തെ പ്രസവത്തിൽ ഒരു പെൺകൊച്ച്, രണ്ടാമത്തെ പ്രസവത്തിലൊരു ഇരട്ട വന്നെന്ന് വെച്ചോ. അപ്പോൾ ഈ ആദ്യത്തെ കൊച്ചിന് ഒരെണ്ണം എടുത്ത്, പിന്നെ രണ്ടാമത്തെ പ്രസവത്തിൽ 2 കൊച്ചുങ്ങൾ. അപ്പോൾ ആ രണ്ടാമത്തെ പ്രസവത്തിലുള്ള 2 കൊച്ചുങ്ങൾ ഇരട്ടകളാണെങ്കിൽ അങ്ങനെ ആ 2 കൊച്ചുങ്ങൾക്ക് എടുക്കുക SSA. അപ്പോൾ 3 അക്കൗണ്ട് ആവും ഒരു ഫാമിലിയിൽ തന്നെ. അത് ഇങ്ങനെ ഇരട്ടകൾ വരുന്ന കേസിലാണ് അങ്ങനെ ഒരു ഇത് വരുന്നത് SSA അക്കൗണ്ട്. ബാക്കി എല്ലാ കാര്യത്തിലും ഒരു ഫാമിലിയിൽ മാക്സിമം 2 പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് സുകന്യ സമൃദ്ധി അക്കൗണ്ട് എടുക്കാനൊക്കത്തുള്ളൂ. പിന്നെ അക്കൗണ്ട്സ് ക്യാൻ ബി ഓപ്പൺഡ് ഐദർ ഇൻ പോസ്റ്റ് ഓഫീസ് ഓർ നാഷണലൈസ്ഡ് ബാങ്ക്സിലോ പോസ്റ്റ് ഓഫീസിലോ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. പിന്നെ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഹാജരാക്കേണ്ടത്? ബർത്ത് സർട്ടിഫിക്കറ്റ്, ആ ഒരു പെൺകുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഫോർ ഓപ്പണിങ് ദ അക്കൗണ്ട്. പിന്നെ അച്ഛൻ്റെ KYC, അപ്പോൾ അച്ഛൻ്റെ KYC വേണം. അച്ഛനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണോ ഗാർഡിയൻ, ലീഗൽ ഓർ നാച്ചുറൽ ഗാർഡിയനാണുള്ളത്. അപ്പോൾ ആ ഗാർഡിയൻ്റെ KYC വേണം. KYC എന്താണെന്ന് ലാസ്റ്റ് പറയുന്നുണ്ട്, എന്താണ് KYC എന്നുള്ളത്. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു മാസത്തെ ഏറ്റവും കുറഞ്ഞ ബാലൻസിലാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ആവുന്നത്. Interest shall be calculated for the calendar month on the lowest balance in an account on the deposits made between the close of the 5th day and the end of the month. അതായത് ഒരു മാസത്തെ 5ാമത്തെ ദിവസത്തിൻ്റെയും പിന്നെ ആ മാസത്തിൻ്റെ ലാസ്റ്റ് ദിവസത്തിനും ഇടയ്ക്ക് വരുന്ന അക്കൗണ്ടിലെ ലോവസ്റ്റ് ബാലൻസിനാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ആവുന്നത്. പിന്നെ ഇൻട്രസ്റ്റ് ഇയർലി കോമ്പൗണ്ടിങ് ആണ്, ആനുവലി ആയിട്ട് കോമ്പൗണ്ട് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ആണ്. കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻട്രസ്റ്റ് അങ്ങനെ ഇയർലി കോമ്പൗണ്ടിങ് ആണ് SSA ഒക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ഹൈ പ്രോഫിറ്റ് നമുക്ക് SSA അക്കൗണ്ട് വഴി കിട്ടുന്നത്. ഈ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എല്ലാം ഭയങ്കര നമുക്ക് ലാഭം തരുന്നതാണ് ഈ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റിനേക്കാളും. പിന്നെ പറയുന്നത് ഇനിഷ്യൽ ഡെപ്പോസിറ്റ് 250 രൂപയാണ് ഓപ്പണിങ്ങിന് കൊടുക്കേണ്ടത്. നമ്മൾ 250 രൂപ എടുത്താൽ നമ്മൾ ആ SSA അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നത്. പിന്നെ പറയുന്നത് മിനിമം 250 ആൻഡ് മാക്സിമം 1.5 ലക്ഷം പിന്നെ ഒരു ഫിനാൻഷ്യൽ ഇയർ മിനിമം 250 രൂപ അടച്ചിരിക്കണം, മാക്സിമം 1.5 ലക്ഷം രൂപ അടയ്ക്കാം.
സബ്സീക്വൻറ്റ് ഡെപ്പോസിറ്റ് ക്യാൻ ബി മെയ്ഡ് ഇൻ ലംസം ഓർ ഇൻ എനി നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് ഇൻ മൾട്ടിപ്പിൾസ് ഓഫ് 50. സബ്സീക്വൻറ്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾസ് ഓഫ് 50 വെച്ച് ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടോ അല്ലെങ്കിൽ ഒറ്റത്തവണ അടയ്ക്കാമെന്നാണ് പറയുന്നത്. പിന്നെ പീരീഡ് ഓഫ് ഡെപ്പോസിറ്റ് എത്ര നാൾ വരെ അടയ്ക്കണമെന്നുള്ളത് ടിൽ ദ കംപ്ലീഷൻ ഓഫ് 15 ഇയേഴ്സ് 15 വർഷമാണ് SSIയിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട കാലാവധി. മെച്യൂരിറ്റി ആവുന്ന കാലാവധിയല്ല, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട കാലാവധി. പിന്നെ കുറേ നാളത് കടന്നിട്ട് 21 വർഷം ആകുമ്പോഴാണത് മെച്യൂരിറ്റി ആവുന്നത്. അങ്ങനെ 15 വർഷമാണ് പക്ഷേ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. അതായത് മിനിമം 250 വെച്ചില്ലെങ്കിൽ മാക്സിമം അങ്ങനെയൊക്കെ എത്ര കാലം ഒരു SSI അക്കൗണ്ട് ഹോൾഡർ ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 വർഷമാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഓൺലൈൻ ഫെസിലിറ്റീസ് അവൈലബിൾ ത്രൂ ഇൻട്രാ ഓപ്പറബിൾ നെറ്റ് ബാങ്കിങ് ആൻഡ് IPPB സേവിങ്സ് അക്കൗണ്ട്. അതായത് ഇൻട്രാ ഓപ്പറബിൾ നെറ്റ് ബാങ്കിങ് നെറ്റ്വർക്ക് വഴിയുള്ള ഉള്ളതും ആപ്പ് വഴിയുള്ളതായിട്ടുള്ള നമുക്ക് ഓൺലൈൻ ഡെപ്പോസിറ്റുകൾ SSIയിലോട്ട് ചെയ്യാനുള്ള ഇതുണ്ട്. മെച്യൂരിറ്റി 21 ഇയേഴ്സ്, അതായത് 21 വർഷമാണ് മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഇപ്പോൾ നമ്മൾ പെൺകുട്ടികളുടെ പേരിൽ തുടങ്ങി ആ പെണ്ണിന് 21 വയസ്സാകുമ്പോഴല്ല മെച്യൂരിറ്റി ആവുന്നത്, അക്കൗണ്ടിൻ്റെ വയസ്സാണ് 21 വർഷം അക്കൗണ്ടിൻ്റെ കാലാവധിയാണ്, അപ്പോഴാണ് മെച്യൂരിറ്റി ആവുന്നത്. 21 വർഷം കാലാവധി ആകുമ്പോഴാണ് SSI അക്കൗണ്ട് മെച്യൂരിറ്റി ആവുന്നത്, അല്ലാതെ ആ പെണ്ണിന് 21 വയസ്സാകുമ്പോഴെന്നല്ല. മെച്യൂരിറ്റി എമൗണ്ട് വിൽ ബി പെയ്ഡ് ടു ദ ഗേൾ ചൈൽഡ്, ആ പെൺകുട്ടിക്കാണ് മെച്യൂരിറ്റി എമൗണ്ട് കൊടുക്കുന്നത്. പിന്നെ ഷീ ഷുഡ് കൺവേർട്ട് ദ അക്കൗണ്ട് ഇൻ ടു ഹെർ നെയിം ബൈ സബ്മിറ്റിംഗ് ആൾ ഡോക്യുമെൻറ്റ്സ് ഓൺ അറ്റൈനിങ് ദ ഏജ് ഓഫ് 18. 18 വയസ്സാകുമ്പോഴത്തേക്കും ആ ഒരു പെൺകുട്ടി ആ അക്കൗണ്ട് കൺവേർട്ട് ചെയ്ത് അവളുടെ പേരിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ നാച്ചുറൽ അല്ലെങ്കിൽ ലീഗൽ ഗോഡിയൻ്റെ പേരിലാണ് പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണെങ്കിലും നാച്ചുറൽ ഗോഡിയൻ്റെ ആണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അത് പെൺകുട്ടി 18 വയസ്സായി കഴിയുമ്പോഴത്തേക്കും ആ അക്കൗണ്ട് അവളുടെ പേരിലേക്ക് കൺവേർട്ട് ചെയ്യണം. പിന്നെ പറയുന്നത് ക്ലോഷർ ഓഫ് അക്കൗണ്ടാണ്. അത് ഈ 21 വർഷം ആവുന്നതിന് മുമ്പിട്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അതെന്ന് പറയുന്നത് ആ പെൺകുട്ടിയുടെ മാരേജിനാണ്. അതായത് ആ പെൺകുട്ടിയുടെ മാരേജ് ആവുമെന്ന് വെച്ചോ, 21 വർഷം പൂർത്തിയാവുന്നതിന് മുമ്പിട്ട് SSI അക്കൗണ്ട് 21 വർഷം പൂർത്തിയാവുന്നതിന് മുമ്പിട്ട് ആ പെൺകുട്ടിയുടെ മാരേജ് ആവുകയാണെങ്കിൽ അത് മാരേജിൻ്റെ അങ്ങനെ ഈ മാരേജായി അങ്ങനെ ഒരു കാരണം കാണിക്കുമ്പോഴത്തേക്കും നമുക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ക്ലോസ് ചെയ്യണമെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് ആ ക്ലോഷറിനുള്ള അപ്ലൈ ചെയ്യുന്ന സമയത്ത് 18 വയസ്സായെന്ന് തെളിയിക്കുന്നതിനുള്ള ഡിക്ലറേഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് സമർപ്പിക്കണം. പിന്നെ അങ്ങനെയുള്ള ഒരു ക്ലോഷറിന് കൊടുക്കുന്ന അപേക്ഷ എന്ന് പറയുന്നത് കല്യാണത്തിന് 1 മാസം മുമ്പിട്ടോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് 3 മാസം, കല്യാണം കഴിഞ്ഞ് 3 മാസത്തിനുള്ളിലോ വേണം ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട്. അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ, അതായത് 18 വയസ്സായി പിന്നെ കല്യാണമാണ് എന്നാൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു SSI അക്കൗണ്ട് 21 വർഷത്തിന് മുമ്പിട്ട് ക്ലോസ് ചെയ്ത് കിട്ടും. പിന്നെ പറയുന്നത് നോ ലിമിറ്റ് ഓൺ നമ്പർ ഓഫ് ഡെപ്പോസിറ്റ്സ് ഐദർ ഇൻ എ മന്ത് ഓർ എ ഫിനാൻഷ്യൽ ഇയർ. അതായത് ഒരു വർഷത്തിലോ അല്ലെങ്കിൽ ഒരു മാസത്തിലോ നമുക്ക് എത്ര തവണ ഇടണം എന്നുള്ളതിനകത്തൊരു ലിമിറ്റൊന്നുമില്ല. പിന്നെ പറയുന്നത് ഗേഡിയൻ കാണാം. പിന്നെ മറ്റേ കാര്യം തന്നെ പറയുന്നത് ഒരു പെൺകുട്ടിയുടെ പേരിൽ ഒരു അക്കൗണ്ട്, മാക്സിമം 2 പെൺകുട്ടികളുടെ പേരിൽ എടുക്കാം. പിന്നെ എക്സെപ്ഷൻ കേസ് വരുന്നത് പറഞ്ഞല്ലോ, ആ ഒരു ഇരട്ടകൾ വരുന്ന കേസിൽ മാത്രമാണ് ഒരു മാറ്റം വരുന്നത്. അക്കൗണ്ട് ക്യാൻ ബി ഓപ്പൺഡ് അപ് ടു ദ ഏജ് ഓഫ് 10 ഇയേഴ്സ് ഓൺലി ഫ്രം അത് 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് അക്കൗണ്ട് ഓപ്പൺ ആവുന്നത്. പിന്നെ പറയുന്നത് ഈ 250 രൂപ മിനിമം അടയ്ക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 250 രൂപ അടയ്ക്കാതെ വരുന്ന കേസുകളിൽ ഒരു പെനാൽറ്റി ഉണ്ട്. 50 രൂപയുടെ പെനാൽറ്റിയാണ് ഉള്ളത്. വിത്ത് അടയ്ക്കാതെ പോയ വർഷങ്ങളിൽ 250 രൂപയും വരും, പിന്നെ 50 രൂപ പെനാൽറ്റിയും വരും. അതിനുമുമ്പ് നമ്മളൊരു കേസ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ പെനാൽറ്റി വരുന്നത് 500 വെച്ച് കൂടിയിട്ട് കൂടെ 50 അങ്ങനെ കൂടി വരുന്നത്. അടുത്ത പറയുന്ന പാർഷ്യൽ വിഡ്രോവലാണ്. അതായത് 50%-ഓളമുള്ള അക്കൗണ്ടിലുള്ള ബാലൻസ് നമുക്ക് വിഡ്രോൾ ചെയ്യാൻ പറ്റും. അതെന്ന് പറയുന്നത് ആ അക്കൗണ്ട് ഹോൾഡർ, അതായത് ആ പെൺകുട്ടി 18 വയസ്സ് തികയണം. പിന്നെ ചില കണ്ടീഷൻസ് ഉണ്ട്. അതായത് അത് ഹയർ എഡ്യൂക്കേഷൻസിന് വേണ്ടിയിട്ടാണത് നമുക്ക് പാർഷ്യലായിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുക. അപ്പം പാർഷ്യൽ വിഡ്രോവൽ 50% ആ കുട്ടി 18 വയസ്സ് തികയുമ്പോഴത്തേക്കും, പിന്നെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അതിൻ്റെ ഹയർ എഡ്യൂക്കേഷന് പോകുന്ന ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുമ്പോഴത്തേക്കും നമ്മൾ പാർഷ്യൽ വിഡ്രോവൽ അനുവദിക്കും.
അതിന് നമ്മൾ ഡോക്യുമെൻ്റ്, അതായത് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി പോകുമ്പോൾ അതിനുവേണ്ടി ഡോക്യുമെൻ്റായിട്ട് കാണിക്കേണ്ടത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ലെറ്ററുകൾ, ഓഫറിംഗ് ലെറ്ററുകൾ, പിന്നെ ഫീ റെസിപ്റ്റുകൾ, ഇതൊക്കെയാണ് നമ്മൾ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്. പിന്നെ എമൗണ്ട് ഓഫ് വിത്ഡ്രോവൽ ബിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എമൗണ്ട് ഷോൺ ഇൻ ദ ലെറ്റർ ഓർ റെസിപ്റ്റ് ഓർ 50% ഓഫ് ദ ആക്ച്വൽ എമൗണ്ട് വിച്ച് വെരി ലെസ്. അതായത് ഈ 50% പാർഷ്യൽ വിഡ്രോവൽ കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഹയർ എഡ്യൂക്കേഷൻ്റെ കേസിലാണ് നമ്മൾ കൊടുക്കുന്നത്, ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആ ഫീ റെസിപ്റ്റിൽ എന്ത് പറയുന്നോ, ആ പാർഷ്യൽ വിഡ്രോവൽ കൊടുക്കുന്നത് വിൽ ബി റെസ്ട്രിക്റ്റഡ് ടു എമൗണ്ട് ഷോൺ ഇൻ ദ ലെറ്റർ ഓർ റെസിപ്റ്റ്. ആ ഫീ റെസിപ്റ്റിൽ, അതായത് ഹയർ എഡ്യൂക്കേഷന് ആവശ്യമായിട്ട് വരുന്ന ഫീ റെസിപ്റ്റിൽ പറഞ്ഞൊരു തുകയുണ്ടല്ലോ, ആ തുകയാണോ അല്ലെങ്കിൽ 50% ഓഫ് ദ ആക്ച്വൽ എമൗണ്ട് വിച്ച് എവർ ഈസ് ലെസ്. അതായത് ആ ഒരു SSA അക്കൗണ്ടിലുള്ള ബാലൻസിൻ്റെ 50%ആണോ, ആ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി വരുന്ന അവിടുത്തെ ഫീ റെസിപ്റ്റിൽ കാണിച്ച തുകയാണോ, ഏതാണോ കുറവ് അത് കൊടുക്കും. മനസ്സിലായില്ല? ഇപ്പം ഹയർ എഡ്യൂക്കേഷൻ ഒരു അപ്പോൾ 50% അക്കൗണ്ട് എന്ന് പറയുന്നത് 10 ലക്ഷം എന്ന് വെച്ചോ. പക്ഷേ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി 8 ലക്ഷം രൂപ മതി, അവരുടെ ഫീ റെസിപ്റ്റ് 8 ലക്ഷം രൂപയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 8 ലക്ഷം രൂപ കൊടുക്കത്തുള്ളൂ, ഏതാണോ കുറവ് അത് കൊടുക്കും. അപ്പോൾ ആ വിദ്യാഭ്യാസപരമായ ആവശ്യത്തിന് ഈ അക്കൗണ്ടിലെ പാർഷ്യൽ വിഡ്രോവൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് ആ റെസിപ്റ്റിൻ്റെ തുകയാണോ, 50% ഓഫ് ദ അക്കൗണ്ടാണോ, ഏതാണോ കുറവ് അത് കൊടുക്കും. പിന്നെ ഇപ്പോൾ അടുത്ത് പറയുന്നത് പ്രിമച്വർ ക്ലോഷറിൻ്റെ കണ്ടീഷനാണ്. പ്രിമച്വർ ക്ലോഷർ ഓഫ് അക്കൗണ്ട് ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈവൻറ്റ് ഓഫ് ഡെത്ത് ഓഫ് ദ അക്കൗണ്ട് ഹോൾഡർ മരിക്കുന്നു. അപ്പോൾ എന്ത് പറ്റും? അക്കൗണ്ട് ഷാൽ ബി ക്ലോസ്ഡ്, അക്കൗണ്ട് ക്ലോസ് ആവും. പിന്നെ ആ ക്ലോസ് ആവുന്ന നമ്മൾ ഡെത്ത് സർട്ടിഫിക്കറ്റൊക്കെ ഹാജരാക്കണം. അങ്ങനെ ഹാജരാക്കുമ്പോഴത്തേക്കും ക്ലോസ് ആവും. ബാലൻസ് അറ്റ് ദ ക്രെഡിറ്റ് ഓഫ് ദ അക്കൗണ്ട് ഇൻട്രസ്റ്റ് ഡ്യൂ ദെയർ ഓൺ ടിൽ ദ ഡേറ്റ് ഷാൽ ബി. അതായത് പിന്നെ അതുവരെയുള്ള അങ്ങനെ ഡെത്ത് അക്കൗണ്ട് ഹോൾഡർ മരിച്ച് ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്ത് അപ്പോൾ നമുക്ക് ആ ബാലൻസിലുള്ള എമൗണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാം കൂടി ചേർന്നിട്ട് ബോഡീന് കിട്ടും. വേറൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രിമച്വർ ക്ലോഷറിൻ്റെ, അതായത് അക്കൗണ്ട് ഹോൾഡറിന് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഡിസീസ് വരിക. അപ്പോൾ ഒരു മെഡിക്കൽ സപ്പോർട്ടിന് വേണ്ടി നമ്മൾ അത് ക്ലോഷർ ചെയ്ത് കൊടുക്കും, പ്രിമച്വർ ക്ലോഷർ ചെയ്ത് കൊടുക്കും. പിന്നെന്ന് പറഞ്ഞാൽ ഡെത്ത് ഓഫ് ദ ഗോർഡിയൻ, അതായത് ഈ പെൺകുട്ടിയുടെ പേരിൽ ഗോർഡിയനാണല്ലോ അക്കൗണ്ട് എടുക്കുന്നതും തുടർന്ന് ഡെപ്പോസിറ്റ് നടത്തുന്നതും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ ഗോർഡിയൻ അങ്ങ് മരിച്ചു, പിന്നെ ഈ അക്കൗണ്ട് ഹോൾഡർ, അതായത് പെൺകുട്ടിക്ക് അത് അടക്കി കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു. അങ്ങനെയൊക്കെയുള്ള കേസിലും നമ്മൾ പ്രിമച്വർ ക്ലോഷർ അനുവദിച്ച് കൊടുക്കും. പിന്നെ നോർമൽ പ്രിമച്വർ ക്ലോഷർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കേസാണ്. 18 വയസ്സിന് ശേഷം ഒക്കേഷൻ ഓഫ് മാരേജ്, അതായത് മാരേജിൻ്റെ 1 മാസം മുമ്പിട്ടോ മാരേജ് കഴിഞ്ഞ് 3 മാസത്തിന് ശേഷം അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മാരേജിൻ്റെ സപ്പോർട്ടിങ് എന്ന രീതിയിൽ പ്രിമച്വർ ക്ലോഷർ, നോർമൽ പ്രിമച്വർ ക്ലോഷർ ഉണ്ട്. ബാക്കിയെല്ലാം നമുക്ക് എന്തുവരുന്നത്, ബാക്കി എല്ലാ പ്രിമച്വർ ക്ലോഷറും SSA അക്കൗണ്ട് കേസിൽ എന്തെങ്കിലും കേസാണ്, ഇപ്പോൾ മരിക്കുക അല്ലെങ്കിൽ രോഗം വരിക. നോർമൽ പ്രിമച്വർ ക്ലോഷർ എന്ന് പറയുന്നത് ഈ കല്യാണത്തിനാണ് നമ്മളല്ലാതെ പ്രിമച്വർ ക്ലോഷർ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അടുത്ത ഓപ്പറേഷൻ ഓഫ് ദ അക്കൗണ്ട്, അതായത് അക്കൗണ്ട് എങ്ങനെ ഓപ്പറേഷൻ ചെയ്യുന്നത്, ആരാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. അതായത് അക്കൗണ്ട് ഓപ്പറേറ്റ് ബൈ ദ ഗോർഡിയൻ ടിൽ അക്കൗണ്ട് ഹോൾഡർ അറ്റൈൻഡ് ദ ഏജ് ഓഫ് 18 ഇയേഴ്സ്. 18 വയസ്സ് ആ പെൺകുട്ടിക്കാവുന്നത് വരെ, അക്കൗണ്ട് ഹോൾഡർക്കാവുന്നവരെ ആ ഗോർഡിയനാണ് ആ അക്കൗണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ദെയർ ആഫ്റ്റർ ദ അക്കൗണ്ട് ഹോൾഡർ ഷാൾ ഓപ്പറേറ്റ്, അതായത് അത് കഴിഞ്ഞ ശേഷം പെൺകുട്ടിക്ക് 18 വയസ്സായ ശേഷം ആ പെൺകുട്ടി തൻ്റെ KYC ഡോക്യുമെൻ്റൊക്കെ സമർപ്പിച്ച് ആ അക്കൗണ്ട് സ്വന്തം പേരിലാക്കി പിന്നെ ആ പെൺകുട്ടിക്ക് മുന്നോട്ട് കൊണ്ടുപോകും അക്കൗണ്ട്. അടുത്ത പറഞ്ഞാൽ ട്രാൻസ്ഫർ, ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്ന് മറ്റൊരു പോസ്റ്റ് ഓഫീസിലോട്ടും പോസ്റ്റ് ഓഫീസിൻ്റെ ബാങ്കിലോട്ടും തിരിച്ചും നമുക്ക് SSA അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അടുത്ത പറയുന്നത് ക്ലോഷർ ഓൺ മെച്യൂരിറ്റി ക്ലോഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു 21 വർഷം കഴിയുമ്പോഴാണ് മെച്യൂരിറ്റി ക്ലോഷർ വരുന്നത്. പിന്നെ വേറൊരു ക്ലോഷറോടെ പറഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലോഷർ, അതായത് 21 വർഷം ആവുന്നതിന് മുമ്പിട്ട് ക്ലോസ് ചെയ്യണമെങ്കിൽ മറ്റേ മാരേജാണ് എന്നൊക്കെ പറഞ്ഞ് സമർപ്പിച്ച് ക്ലോസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ. അപ്പോൾ SSA അക്കൗണ്ടിൻ്റെ കാര്യം തീർന്നു. ഒന്നുകൂടെ ഒന്ന് പറയാം, അത്യാവശ്യമായിട്ട് പഠിക്കേണ്ട ഡീറ്റെയിൽസ് മാത്രമായിട്ട്. പേരെന്ന് പറയുന്നത് സുകന്യ സമൃദ്ധി അക്കൗണ്ട് സ്കീം 2019 എന്നാണ്. 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ പേരിൽ ലീഗൽ ഓർ നാച്ചുറൽ ഗോർഡിയന് മാത്രം അക്കൗണ്ട് തുടങ്ങാം. പിന്നെ ഒരു പെൺകുട്ടിയുടെ പേരിൽ ഒറ്റ അക്കൗണ്ട്. പിന്നെ മാക്സിമം ഒരു ഫാമിലിയിൽ 2 കുട്ടികൾക്ക് വേണ്ടി ഒരു ഗോർഡിയൻ തുടങ്ങാം, 2 പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട്. പിന്നെ പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്ക്സ് തുടങ്ങാം. പിന്നെ പെൺകുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അത്യാവശ്യം ഹാജരാക്കണം. പിന്നെ അച്ഛൻ്റെ KYC, അച്ഛൻ എന്ന് പറഞ്ഞാൽ ഗോർഡിയൻ. പിന്നെ പറയുന്നത് ഇനിഷ്യൽ ഡെപ്പോസിറ്റ് 250 രൂപയാണ് അക്കൗണ്ട് തുടങ്ങുന്നതിന്. പിന്നെ ഒരു വർഷം മിനിമം 250 രൂപ, മാക്സിമം 1.5 ലക്ഷം രൂപ.
സബ്സീക്വൻറ്റ് ഡിപ്പോസിറ്റ് പോകുന്നത് 50 രൂപയുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് പോകും. 15 വർഷം ഡെപ്പോസിറ്റ് ചെയ്യണം. പിന്നെ 21 വർഷം ആകുമ്പോഴത്തേക്കും അക്കൗണ്ടിന് 21 വർഷം ആകുമ്പോഴത്തേക്കും മെച്യൂരിറ്റി ആവും. പിന്നെ പറയുന്നത് നമ്പർ ഓഫ് ഡെപ്പോസിറ്റ്സിന് ലിമിറ്റില്ല. പിന്നെ പറയുന്നത് പാർഷ്യൽ വിഡ്രോവൽ 50% കൊടുക്കുന്നത്, പാർഷ്യൽ വിഡ്രോവലായിട്ട് കൊടുക്കുന്നത്. പിന്നെ അപ്പോൾ അത്രേ ഉള്ളൂ ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള സെക്ഷൻസ്. അപ്പോൾ അത് SSI അക്കൗണ്ടിൻ്റെ കാര്യം കഴിഞ്ഞ്. ഇനി പറയുന്ന നേരത്തെ പറഞ്ഞല്ലോ KYC നമ്മൾ പറഞ്ഞല്ലോ, ഗോഡിൻ്റെ KYC ഹാജരാക്കണം. അപ്പോൾ അതൊരു അത് ഫർദർ റീഡിംഗ് ആണ്. അതായത് കാര്യങ്ങൾ കഴിഞ്ഞ് ഇനി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കാമെന്നുള്ള രീതിയിൽ KYC എന്താണെന്നുള്ളത്, നോ യുവർ കസ്റ്റമർ. അതായത് ഈ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ്. റീസെൻറ്റ് ഫോട്ടോഗ്രാഫ്സ് 2 എണ്ണം വേണം. പിന്നെ ഐഡൻറ്റിറ്റി പ്രൂഫ് വേണം. പിന്നെ അഡ്രസ് പ്രൂഫ് വേണം. പ്രൂഫ് ഓഫ് ഏജ് വേണം. ഏജ് പ്രൂഫ് എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് അക്കൗണ്ട് ഓപ്പൺ ബൈ മൈനർ ഓപ്പൺ ചെയ്യുന്ന കേസിലാണ്, ഓർ ഓൺ ബിഹാഫ് ഓഫ് മൈനർ. ആ മൈനറിൻ്റെ കേസ് വരുന്നത് നമുക്ക് ഏജ് പ്രൂഫ് കൊടുക്കണം. എ സർട്ടിഫിക്കറ്റ് ഫ്രം സൂപ്രണ്ട് ഓഫ് മെൻ്റൽ ഹോസ്പിറ്റൽ, വേറെ പേഴ്സൺ ഓഫ് ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലെ സൂപ്രണ്ടിൻ്റെ സർട്ടിഫിക്കറ്റ്. അത് ഏത് കേസിലായിരിക്കും? അൺസൗണ്ട് മൈൻഡ് ഉള്ള ആൾക്കാരുടെ ഒരു കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ പാൻ കാർഡ്. പിന്നെ അടുത്ത് പറയുന്ന ഐഡൻറ്റിറ്റി പ്രൂഫ്സാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് പറഞ്ഞല്ലോ ഈ KYCക്കകത്ത് ഐഡൻറ്റിറ്റി പ്രൂഫ് പറഞ്ഞു, അഡ്രസ് പ്രൂഫ് പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് ഐഡൻറ്റിറ്റി പ്രൂഫ്സായിട്ട് വരുന്നത് നമ്മൾ പരിഗണിക്കുന്നത്? ആധാർ കാർഡ്, പിന്നെ പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടേഴ്സ് ID, പാൻ കാർഡ്, ഇതൊക്കെയാണ് നമ്മൾ. അല്ലെങ്കിൽ ജോബ് കാർഡ്, NREGA ജോബ് കാർഡുകൾ. ഇത്രയാണ് ഐഡൻറ്റിറ്റി പ്രൂഫ്സായിട്ട് വരുന്നത്. ഇനി അഡ്രസ് പ്രൂഫ് എന്ന് പറയുന്നത് യൂട്ടിലിറ്റി ബില്ല്, അതായത് 2 മാസത്തെ യൂട്ടിലിറ്റി ബില്ല്, അതായത് 2 മാസത്തെ ഇലക്ട്രിസിറ്റി ബില്ലോ ടെലിഫോൺ ബില്ലോ പിന്നെ വാട്ടർ ബില്ലോ, അതൊക്കെയാണ് അഡ്രസ് പ്രൂഫായിട്ട്. പിന്നെ അഡ്രസ് പ്രൂഫായിട്ട് വരുന്നത് മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള പ്രോപ്പർട്ടിയുടെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ടാക്സ് റെസീറ്റുകൾ, അതും അഡ്രസ് പ്രൂഫായിട്ട് എടുക്കും. പിന്നെ പെൻഷൻ്റെ ഓർഡറുകൾ, പെൻഷൻ പേയ്മെൻറ്റ് ഓർഡറുകളൊക്കെ നമുക്ക് അഡ്രസ് പ്രൂഫായിട്ട് എടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് KYC എന്ന് പറഞ്ഞിട്ട് സെക്ഷനകത്ത് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ. 2 ഫോട്ടോഗ്രാഫ് വേണം, ഐഡൻറ്റിറ്റി പ്രൂഫ് വേണം, അഡ്രസ് പ്രൂഫ് വേണം, പിന്നെ പ്രൂഫ് ഓഫ് ഏജ് വേണം, മെൻ്റൽ ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് സർട്ടിഫിക്കറ്റ് വേണം, പാൻ കാർഡ് വേണം. ഇത്രയാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ.